തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ദിനങ്ങളിലേക്കുള്ള പഠനം കൂടി നടത്തിക്കൊണ്ട് ഇന്ത്യ ടുഡേ ഏറ്റവും ഒടുവിലത്തെ ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ സർവേ റിസൾട്ടിൽ അവർ പറയുന്നൊരു കാര്യം LDFന് 87 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് സർവേ നടത്തിയതാരാണ് എന്നുള്ളത് പരിശോധിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. സാധാരണ ഇന്ത്യ ടുഡേക്ക് വേണ്ടി സർവേ നടത്തുന്ന ആക്സിസ് മൈ ഇന്ത്യയാണ്. ആക്സിസ് മൈ ഇന്ത്യ ഇതുവരെയുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അവരുടെ ഒരു 70% സർവേകളിലും തന്നെ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2024 ലോക്സഭയിലേക്ക് നടത്തിയിട്ടുള്ള പ്രവചനമാകെ തെറ്റിപ്പോവുകയും പക്ഷേ ആ പണി ആത്മാർത്ഥമായി എടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഈ പറയുന്ന പോലെ ചീഫ് ഓഫീസർ ചാനലിലിരുന്ന് കരയുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വിതുമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം താനെടുത്ത പണി മുഴുവൻ വെറുതെയായി പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവർ തന്നെയാണ് ഈ സർവേ നടത്തിയതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സർവേ റിസൾട്ടാണ് ഏറ്റവും ഒടുവിലായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ എൻ്റെ അനാലിസിസുകളിൽ പറഞ്ഞിരുന്ന ഞാൻ എന്തുകൊണ്ട് LDF വരും എന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെയും ഈ സർവേയിലും അവർ ഉയർത്തിക്കാട്ടുന്നത്. അത് ഒരു 3% വരുന്ന വുമൺ വോട്ടേഴ്സിൽ LDFന് അനുകൂലമായിട്ടുള്ള ഒരു സ്വിംഗ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ തവണ ബീഹാറിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അതിനു മുമ്പ് രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഇലക്ഷനുകൾ എടുത്തു നോക്കിയാൽ അവിടങ്ങളിലെല്ലാം തന്നെ വുമൺ വോട്ടേഴ്സിൻ്റെ പ്രാധാന്യം വളരെ കൂടുകയും സാധാരണ ആണുങ്ങളാണ് കൂടുതലായിട്ട് വോട്ട് ചെയ്യാൻ എത്തുന്നത് എങ്കിൽ സാധാരണ വോട്ടർ പട്ടികയിൽ എപ്പോഴും ലേഡീസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, കാരണം അവരുടെ പോപ്പുലേഷനാണ് കൂടുതൽ. പക്ഷേ ആണുങ്ങളായിരിക്കും കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തുക എന്ന് പറയുന്ന മെയിൽ പോപ്പുലേഷൻ ആയിരിക്കും കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ ആ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വനിതകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ വോട്ടിൻ്റെ ബലത്തിൽ പല മുന്നണികളും വമ്പിച്ച വിജയം കരസ്ഥമാക്കുമ്പോൾ അത് പലപ്പോഴും പൊളിറ്റിക്കൽ വോട്ടല്ല, പകരം അവരെ സംബന്ധിച്ചോളം കുറച്ചുകൂടി ചെറിയ കൊച്ചു കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചുള്ളത്. വീട്ടിലെ കാര്യങ്ങൾ, പ്രാരാബ്ദങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ പഠനം, ഫീസ്, ഭക്ഷണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. വലിയ ഐഡിയോളജികളൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഞാൻ ഇത്രയും വിശദമായി ഇത് പറയാൻ കാരണം, റൂഹി തിവാരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് 1952 ശേഷം നടന്നിട്ടുള്ള ഇലക്ഷനുകളിൽ വുമൺ വോട്ടേഴ്സിൻ്റെ പങ്കിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി പഠിച്ചുകൊണ്ട്, അത് മുഴുവൻ ഭംഗിയായിട്ട് പഠിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷേ എങ്കിൽ പോലും കുറച്ചും കൂടി ഡീപ്പായി പഠിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ലേഖനം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വുമൺ വോട്ടേഴ്സ് എങ്ങനെയാണ് വളരെ പ്രാധാന്യമുള്ള നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായി ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള വുമൺ വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി അത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാകുന്നു എന്നുള്ളതുമാണ്. ഇപ്പം നമുക്കറിയാം, മറ്റ് പല സ്ഥലങ്ങളിലും നല്ല ലഡ്കി ബഹൻ യോജന പോലെയുള്ള ലാഡ്ലി ബഹൻ യോജന പോലെയുള്ള നിരവധി പദ്ധതികൾ ഉണ്ടാവുകയും പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ മുതൽ അതുപോലെ തന്നെ ബീഹാർ മുതൽ അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിൽ ഡയറക്റ്റായി അവർക്ക് ക്യാഷുകൾ ട്രാൻസ്ഫർ ചെയ്യുകയും ആ ക്യാഷുകൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു അനുകൂല മനോഭാവം ഗവൺമെൻറ്റുകൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇന്ത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ 6ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് 68,000 കോടി രൂപയുടെ ഡിസ്ട്രിബ്യൂഷനാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, വലിയ ഒരു 10,000 രൂപ വീതം ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കുകയും ജീവിതത്തിൽ ഒരു വരുമാനവും ഇല്ലാത്ത, വരുമാനത്തിന് വേണ്ടി മിക്കവാറും പുരുഷന്മാരെ ആശ്രയിക്കേണ്ടി വരുന്ന അത്തരം സ്ത്രീകൾ ഒരു 10,000 രൂപ കിട്ടിയ സന്തോഷത്തിൽ വന്ന് വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വളരെ 4 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ തന്നെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്ക് വലിയ സ്വാധീനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. കേരളത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം, ഏറ്റവും ഒടുവിലത്തെ ഗവൺമെൻറ്, ഈ ലാസ്റ്റ് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്, നിലവിലെ ഗവൺമെൻറ് ഒരു 32 ലക്ഷത്തോളം വരുന്ന പുതിയ വീട്ടമ്മമാർക്ക് കൂടി 1000 രൂപ വീതം എല്ലാ മാസവും പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിൽ 16 ലക്ഷം 17 ലക്ഷത്തോളം ആളുകൾക്ക് അവർ കൊടുത്തു തുടങ്ങിയിരുന്നു. കോർപ്പറേഷൻ്റെയും അതുപോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പാണത് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് തന്നെ അവർ ഫോമൊക്കെ ഒപ്പിട്ട് മേടിക്കുകയും ഇപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 17 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കറിയാം 62 ലക്ഷത്തോളം ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെല്ലാറ്റിനും പുറമെ
ഈ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷുവൊക്കെ അല്ലേ വരുന്നത്, ഒരു വിഷുക്കൈ നീട്ടം എന്നുള്ള നിലക്ക് ഒരു മാസത്തെ പെൻഷൻ കൂടി അഡ്വാൻസായി നൽകുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. അപ്പോൾ അഡ്വാൻസായി നൽകുന്ന സ്ഥിതിവിശേഷം എല്ലാം തന്നെ കേരളത്തിലെ വോട്ടെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3% വരുന്ന സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ 87 സീറ്റുകളിലേക്ക് എത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കൂടി ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ സർവേകൾ കൂടി പറയുന്നത് എന്നുള്ളത് നമ്മൾ ശരിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ സർവേയും ഫേവറായി പറയുന്നത് ഈ പറയുന്ന LDFനാണ് എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഇവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി, പോളിംഗ് പെർസെൻറ്റേജ് കൂടി, അതുകൊണ്ട് UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന ഒരു നെറേറ്റീവുകളും മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ തെറ്റായി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിന് ചുക്കാൻ പിടിക്കുന്നു. ഏഷ്യാനെറ്റ് പറയുന്നത് ജനമിറങ്ങി എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ച് ജനം ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ഏറ്റവും അന്തിമമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല. ആ കണക്കുകൾ വരുമ്പോൾ പോലും വലിയ തോതിലുള്ള വോട്ടിൻ്റെ വർധനവ് ഈ കാര്യത്തിൽ പോളിൽ ചെയ്തിട്ടുള്ള വോട്ടുകളുടെ കാര്യത്തിൽ വർധനവ് ഉണ്ടാകുമോ ഇല്ലെന്ന് നമ്മൾ കാത്തിരിക്കണം. എന്താണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും അത് ഉണ്ടായിട്ടില്ല. വളരെ നാമമാത്രമായ വർധനവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നിലവിലുള്ള കണക്കുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നരേറ്റീവുകളെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഇന്ത്യ ടുഡേ പോലെയുള്ള ആളുകളുടെയും മാതൃഭൂമിയും മനോരമയൊക്കെ നടത്തിയിട്ടുള്ള സർവേകളാണ് എന്നുള്ളത് പറയാതെ വയ്യ.